പാട്ടുകാരൻ കഴിഞ്ഞിട്ട് പിന്നെ രവികുമാർ എന്ന് പറയുന്ന നടൻ എത്രയോ സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ പ്രേക്ഷകരിൽ കുറച്ചു പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അങ്ങാടിയൊക്കെ കാണുമ്പം അനശ്വര നടൻ ജയൻ ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ ഡയലോഗ് പറയുന്നതിന് മറുപടി പറയുന്ന രവികുമാർ എന്ന് പറയുന്ന നടന് എത്രയോ സിനിമകളിൽ ശബ്ദം കൊടുത്തത് രവീന്ദ്ര മാഷാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതൊരു ഗായകനാകാൻ വേണ്ടിയിട്ട് മദ്രാസിൽ വളരെയധികം അലഞ്ഞ ആളാണ്. വളരെയധികം എല്ലാ മ്യൂസിക് ഡയറക്ടറുടെയും പടിവാതിൽ പോയി ഒന്നാണ്. അപ്പോൾ അതിലൊന്നും ശോഭിക്കാൻ സാധിച്ചില്ല. കുറെ പാട്ടുകളൊക്കെ പാടി, കുറച്ച് കോമഡി പാട്ടുകൾ, ദേവരാമാഷിന്റെ ആടി കളിക്കട കൊച്ചുരാമ, പിന്നെ അങ്ങനെ കോമഡി പാട്ടുകളൊക്കെ പാടിയായിരുന്നു. പക്ഷെ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ കല്യാണം കഴിച്ച് ഫാമിലി ആയിരുന്നു. അപ്പം പിന്നീട് ഒരു വരുമാന മാർഗമായിട്ട് കണ്ടതായിരുന്നു ഈ ഡബിങ്. പക്ഷെ അന്നത്തെ ഒരു ഫേമസ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന് രവികുമാറിന്. ധാരാളം പടങ്ങളുള്ള സമയം. രവികുമാർ അത്രയും പടങ്ങൾ ഏറ്റവും മെയിൻ ഹീറോയ്ക്ക് ഡബ് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല തെലുങ്കിലിരുന്നൊക്കെ എടുക്കുന്ന കമലഹാസന്റെ ഡബിൾ റോളിലെ പടത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഡബിങ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ആ ഡബിങ് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ടുള്ള ഒരു ഘട്ടമാണ്. ചർച്ചയിൽ ഇപ്പൊ പലതവണ പറയപ്പെട്ട പാട്ടുകളെല്ലാം ഉണ്ടായ സിനിമയുടെ സംവിധായകൻ നമ്മുടെ ഈ വേദിയിൽ ലോഹിതദാസ് സാറിന്റെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അന്നും ഈ പാട്ടുകളെ പറ്റിയൊക്കെ ഒരുപാട് പരാമർശിച്ചിരുന്നു. വളരെ ബഹുമാനപൂർവ്വം നമുക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഓർമ്മകളുമായി പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ സാറിന്റെ ഇന്ന് കാണാം. രവീന്ദ്രൻ മാഷുമായിട്ട് ഞാൻ 4 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ്. തുടർന്ന് ഭരതം, കമലദളം, ധനം തുടങ്ങിയ സിനിമകളാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പാട്ടുകൾ ചിത്രീകരിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് രവീന്ദ്രൻ മാഷയുടെ പാട്ടുകളാണ്. ഹിസൈനസ് അബ്ദുള്ളയിലെ പ്രമദാനമാണെങ്കിലും ഗോപിക വസന്തമാണെങ്കിലും അല്ലെങ്കിൽ ഭരതത്തിലെ രാമകഥ ഗാനലയം, അങ്ങനെ ഓരോ പാട്ടുകളും ഒരുപക്ഷെ നമുക്ക് എക്കാലത്തും ഓർത്തു വയ്ക്കാവുന്ന, ആസ്വദിക്കാവുന്ന പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ദൃശ്യഭാഷ്യം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തെ പോലെ ചെയ്ത എല്ലാ പാട്ടുകളും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ചെയ്ത എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാക്കിയ അപൂർവം സംഗീത സംവിധായകരുടെ ഒരാളാണ് രവീന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ സ്നേഹ പ്രണാമം. ഭരതത്തിന് നാഷണൽ അവാർഡാണ്, നന്ദനം എത്തിയപ്പം സ്റ്റേറ്റ് അവാർഡാണ്. അവാർഡ് നിശ്ചയങ്ങൾക്ക് അവാർഡ് മേടിക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കൂട്ടത്തിൽ പോകാറുണ്ടായിരുന്നു? അങ്ങനെ പോകാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന് ശേഷമാണ് ഇറങ്ങി തുടങ്ങിയത്. മാഷുള്ള സമയത്ത് പോകാറില്ലായിരുന്നു. കുടുംബം മാത്രമായിട്ടാണ്. മാഷിന് അങ്ങനത്തെ ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഞാനധികം പോയിട്ടില്ല. 3 റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ആകെ കണ്ടിട്ടുള്ള 2 റെക്കോർഡിംഗാണ് പോയിട്ടുള്ളൂ. 2 റെക്കോർഡിങ്ങിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പറയുന്നത് നിനക്ക് സ്റ്റുഡിയോയിൽ എന്താ കാര്യം? സ്റ്റുഡിയോയിൽ എന്റെ ജോലിയാണ്, വീട്ടിലാണ് നിനക്ക് ജോലി. അങ്ങനത്തെ വീട്ടിലെ മ്യൂസിക് ഡയറക്ഷനെ പറ്റി പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞു അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി ഈ രവീന്ദ്രൻ മാഷ് ഏറ്റെടുത്തിട്ട് ഒരു ദിവസം വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പാട്ടിന് വേണ്ടി വാസ്തവമാണ്. അതെ അതെ. പിന്നെ പല്ലവൂർ ദേവനാരായണൻ ഇപ്പൊ ഏതോ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് പ്രസാദിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഏട്ടം കേട്ടപ്പം മമ്മൂട്ടി ഇതിനെ കൊണ്ട് ഞാൻ പാട്ട് പാടിക്കും എന്നൊരു വാക്ക് കൊടുത്തതാ. അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഈ പല്ലവൂർ ദേവനാരായണൻ ഒരു പാട്ട് മമ്മൂട്ടിയെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ, വീട്ടിൽ തന്നെയാണ് ആ സ്റ്റുഡിയോ ഉള്ളത്. വന്നിട്ട് ഒരു ബാക്കിൽ ചെറിയൊരു സ്റ്റുഡിയോ ആണ്, അവിടെയാണ് മമ്മൂട്ടി വന്നത്. അപ്പം മമ്മൂട്ടിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പാടാൻ പറ്റുമെന്നുള്ള. മമ്മൂട്ടിക്ക് സഭാകമ്പമുള്ള ഒരേ ഒരു സ്ഥലം പാട്ട് പാടുന്നതാ. ഒറ്റയ്ക്കൊക്കെ ചിലപ്പം പാട്ടിനെ കുറിച്ചുള്ള അറിവുണ്ട്, എല്ലാ പാട്ടുകളും ചെയ്യുന്നതും അതിനെ കുറിച്ചിട്ട്. അപ്പം ഈ എപ്പിസോഡ് രവീന്ദ്രൻ മാസ്റ്റർ എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞു എന്നെ കൊണ്ട് പാട്ട് പാടിക്കാനുള്ള ഇതിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് വലിയുണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വലിച്ചു ഒച്ച പോയി ടെൻഷൻ അടിച്ചിട്ട് എന്ന് പറഞ്ഞു. അത്രയും ഒരു ദിവസം മുഴുവനും രാവിലെ വന്നിട്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇതും വരുന്നില്ല എന്നുള്ള ഒരു ടെൻഷനും വരുന്നുണ്ട്. ആ നേരത്തിൽ എൻ്റെ മോനായിരുന്നു സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ. സാജൻ പറയും, എൻ്റെ ഞങ്ങളുടെ മൂത്ത മോൻ, അവനാണ് സൗണ്ട് എഞ്ചിനീയർ. അപ്പോൾ പറഞ്ഞു അങ്കിൾ അവിടെ പോയി ഇരിക്കും, ഞാനിത് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവനും മമ്മൂട്ടിയായിരുന്നു ചേർന്ന്. രവിയേട്ടൻ ട്യൂൺ കൊടുത്തെങ്കിലും അവനാണ് ശരിക്കും വന്നിട്ട് കൂടെ ഇരുന്ന് വർക്ക് ചെയ്ത് മമ്മൂട്ടിയെ കൊണ്ടത് പാടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇത് ഞാൻ തന്നെയാണോ പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ച് ആളാണ്.